UGC നെറ്റ് കൊമേഴ്സിൻ്റെ യൂണിറ്റ് 3 ബിസിനസ് എക്കണോമിക്സിൽ വരുന്ന ടോപ്പിക്സാണ് യൂട്ടിലിറ്റി. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് എല്ലാ UGC നെറ്റ് എക്സാമിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ പോർഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോർഷൻസിലേക്ക് പോവാം. യൂട്ടിലിറ്റിയിൽ 2 യൂട്ടിലിറ്റി ഉണ്ട്, കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. അപ്പോൾ എന്തായി കാർഡിനൽ യൂട്ടിലിറ്റി, എന്തായി ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് കോമൺ ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് മീനിങ്ങിലേക്ക് പോകാം. അപ്പം കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 എക്കണോമിക് തിയറീസാണ് കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്നാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആൽഫ്രഡ് മാർഷലാണ്. കാർഡിനൽ യൂട്ടിലിറ്റി പ്രകാരം നമുക്കൊരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സിംപ്ലി അതിനാണ് കാർഡിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നിങ്ങളൊരു ആപ്പിൾ കഴിച്ചു, അപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് 10 യൂണിറ്റ് 10 യൂട്ടിൽസ് എന്നാണ് പറയട്ടോ. യൂട്ടിലിറ്റീനെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ന്യൂമറിക്കലി പറയുമ്പോൾ 10 യൂട്ടിൽസ് ഹാപ്പിനെസ് കിട്ടി. അല്ലെങ്കിൽ ഒരു ബനാന കഴിക്കുമ്പം 5 യൂട്ടിൽസ് ഹാപ്പിനെസ് കിട്ടി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സിംപ്ലി നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പ്ലഷറിനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ, നമുക്ക് കിട്ടുന്നൊരു എന്താണ് സാറ്റിസ്ഫാക്ഷനെ നമ്മളൊരു ന്യൂമറിക്കൽ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഇത് വിളിക്കുക കാർഡിനൽ യൂട്ടിലിറ്റി. ഓക്കെ, കാർഡിനൽ യൂട്ടിലിറ്റി 2 പ്രധാനപ്പെട്ട ലോസിൻ്റെ ബേസിലാണ്. അതിൽ ഒന്നാമത്തത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. ഇത് നമുക്കൊക്കെ അറിയാവുന്നൊരു കൺസെപ്റ്റാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത്. പക്ഷേ അത് കാർഡിനൽ യൂട്ടിലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പം, അതായത് നമ്മളൊരു ആപ്പിൾ കഴിച്ചു, രണ്ടാമതൊരു ആപ്പിൾ കഴിച്ചു, മൂന്നാമതൊരു ആപ്പിൾ കഴിച്ചു, അപ്പം വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഓരോ അഡീഷണൽ ആപ്പിൾ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ് വരും. സിംപ്ലി അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൺസ്യൂമർ കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ സ്പെസിഫിക് ഗുഡ്. ദി എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ ഓർ മാർജിനൽ യൂട്ടിലിറ്റി derived from each additional utility derived from each additional unit continually decrease. അതായത് പിന്നീട് നമ്മൾ കഴിക്കുന്ന ഓരോ ആപ്പിളിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താ വരിക, കുറഞ്ഞ് വരിക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ആപ്പിൾ കഴിക്കുമ്പോൾ 10 യൂട്ടിലിറ്റി, ദെൻ തുടർച്ചയായിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു ആപ്പിൾ കഴിച്ചു, അപ്പോൾ നമുക്ക് എത്രയേ കിട്ടുള്ളൂ, 9 കിട്ടും. വീണ്ടും ഒരു ആപ്പിൾ കഴിച്ചു, അപ്പോൾ 8, അടുത്തതിന് 7, അങ്ങനെ കുറഞ്ഞ് പോകും. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതിൻ്റെ അസംഷൻസ് പറയുന്നുണ്ട്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കൺസെപ്റ്റിൻ്റെ അസംഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഗുഡ്സ് ആർ ഹോമോജീനിയസ്. നമ്മൾ വീണ്ടും കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സൊക്കെ എന്തായിരിക്കണം, ഒരേ മാതിരിയുള്ള ഗുഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ തിയറി അപ്ലിക്കബിൾ അല്ല. ഇനി നോ ഗ്യാപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ഓഫ് ഗുഡ്സ്. നമ്മൾ പറഞ്ഞു ആപ്പിൾ വീണ്ടും കഴിക്കുമ്പം യൂട്ടിലിറ്റി കുറഞ്ഞ് വരിക എന്നാണ്. പക്ഷെ നിങ്ങൾ 10 മണിക്കൊരു ആപ്പിൾ കഴിച്ചു, അപ്പോൾ നിങ്ങൾക്ക് 10 യൂട്ടിലിറ്റി കിട്ടി. ഇനി 12 മണിക്കൊരു ആപ്പിൾ കഴിക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും, 10 യൂട്ടിലിറ്റി തന്നെ കിട്ടും അല്ലേ. അപ്പോൾ അവിടെ ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അപ്ലിക്കബിൾ അല്ല. അപ്പം അതാണ് പറയുന്നത് രണ്ടാമത്തെ അസംപ്ഷൻ, നോ ഗ്യാപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സ് കൺസ്യൂം ചെയ്തിട്ട് അടുത്ത ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവാൻ പാടില്ല, ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. കൺസ്യൂമർ ഈസ് റാഷണൽ എന്ന് വെച്ചാൽ എയിം മാക്സിമം യൂട്ടിലിറ്റി എയിം ചെയ്യുന്ന ആളാണ് നമ്മൾ വിളിക്കുക റാഷണൽ കൺസ്യൂമേഴ്സ്. ദെൻ കൺസ്യൂമേഴ്സിന് ടേസ്റ്റും പ്രിഫറൻസിലൊന്നും മാറ്റവും ഇല്ല, ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. കൺസ്യൂമർ ഹാസ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ്, നോ പ്രൈസ് ചേഞ്ച്. ഇത്രയുമാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ദെൻ നമ്മൾ പറഞ്ഞു കാർഡിനൽ യൂട്ടിലിറ്റിൻ്റെ 2 ലോസിൻ്റെ ബേസിലാണുള്ളത്. ഒന്ന് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, 2 ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി പ്രകാരം കൺസ്യൂമറിൻ്റെ ലിമിറ്റഡ് ഇൻകം നമ്മൾ ഗുഡ്സുകൾ വാങ്ങാൻ വേണ്ടി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അതെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗുഡ്സിനും അലോക്കേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഈക്വലായി വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതായത്
മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഈക്വലായി വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അലോക്കേഷൻ നടത്തുക. അതാണ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റിൻ്റെ ബേസായിട്ട് വരുന്ന രണ്ട് ലോസിൻ്റെ ബേസിലാണ് കാർഡിനൽ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആ രണ്ട് ലോസാണ് ഇവിടെ പറഞ്ഞത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഇനി കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് ആണ്. ഫസ്റ്റ് വൺ, കൺസ്യൂമർ ഈസ് റാഷണൽ. റാഷണൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എയിം ചെയ്യുന്ന ആളാണ് എന്ത് വിളിക്കുക, റാഷണൽ കൺസ്യൂമേഴ്സ്. ദെൻ കൺസ്യൂമേഴ്സ് ഹാവ് ലിമിറ്റഡ് മണി ഇൻകം. അവരുടെ കയ്യിൽ ലിമിറ്റഡ് മണി ഇൻകം ആണ്. ദെൻ യൂട്ടിലിറ്റി മെഷറബിൾ ക്വാണ്ടിറ്റേറ്റീവ്ലി. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ല, കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ്, നമുക്കൊരു കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കാർഡിനൽ യൂട്ടിലിറ്റിയാണ്. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റൻറ്റ്, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അഡിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ ഗുഡ്സിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ സമ്മപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് അഡിറ്റിവിറ്റി. ദെൻ ഇൻഡിപെൻഡൻറ്റ് യൂട്ടിലിറ്റി, അതായത് യൂട്ടിലിറ്റി റിസീവ് ഫ്രം വൺ കമ്മോഡിറ്റീസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി യൂട്ടിലിറ്റി റിസീവ് ഫ്രം അനദർ കമ്മോഡിറ്റി. ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റിയും മറ്റൊരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റിയും തമ്മിൽ എന്തില്ല, ബന്ധമില്ല. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ. അപ്പം അസംഷൻസ് എല്ലാം കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. അതിപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയാലും കാർഡിനൽ യൂട്ടിലിറ്റി ആയാലും ഓർഡിനൽ യൂട്ടിലിറ്റി ആയാലും ഓക്കെ. നെക്സ്റ്റ് വൺ, ഓർഡിനൽ യൂട്ടിലിറ്റി. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റീനെ നമുക്ക് ന്യൂമറിക്കൽ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓർഡിനൽ യൂട്ടിലിറ്റി. ഇത് പ്രകാരം നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, പകരം നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ചെയ്യാൻ പറ്റും. അപ്പം ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് രണ്ട് ടൂൾസിൻ്റെ ബേസിലാണ്. ഒന്ന് ഇൻഡിഫറൻസ് കർവും ഒന്ന് ബഡ്ജറ്റ് ലൈനും. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത് ഓർഡിനൽ യൂട്ടിലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് പല ആൾക്കാർക്കും എന്തില്ല, അറിയില്ല. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് ആണ്. ഫസ്റ്റ് വൺ, റാഷണാലിറ്റി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. ദെൻ കംപ്ലീറ്റ്നെസ് എന്ന് വെച്ചാൽ കൺസ്യൂമർ ക്യാൻ കമ്പയർ എനി കൺസംഷൻ ബണ്ടിൽ ആൻഡ് റാങ്ക് ദം. ഓക്കെ, നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റാങ്ക് ചെയ്യാൻ പറ്റണം. ദെൻ ട്രാൻസിറ്റിവിറ്റി നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, കൺസിസ്റ്റൻസി എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോജിക്കലായിട്ട് തീരുമാനം എടുക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് എപ്പോഴും ലോജിക്കലി കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് ബണ്ടിൽ എ ഈസ് പ്രിഫേർഡ് ഓവർ ബണ്ടിൽ ബി ആൻഡ് ബണ്ടിൽ ബി ഈസ് പ്രിഫേർഡ് ഓവർ ബണ്ടിൽ സി, ദെൻ കൺസ്യൂമർ വിൽ ഓൾവേസ് പ്രിഫർ എ ഓവർ സി. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം കൺസ്യൂമറിന് ബണ്ടിൽ ബീനെക്കാട്ടും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തിനാണ്, ബണ്ടിൽ എക്കാണ്. രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്, ബണ്ടിൽ സിനെക്കാട്ടും പ്രിഫറൻസ് കൊടുക്കുന്നത് ബണ്ടിൽ ബിക്കാണ്. അപ്പോൾ ലോജിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂമർ സിനേക്കാളും എപ്പോഴും പ്രിഫർ ചെയ്യുക എന്ത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ലോജിക്കൽ കൺസിസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുക ട്രാൻസിറ്റിവിറ്റി. ആ ട്രാൻസിറ്റിവിറ്റി എന്നുള്ള വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. പല എക്സാമ്പിളുകളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അസംഷൻസിനെ നമ്മൾ തന്നിട്ട് അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു വാക്കുണ്ട് ട്രാൻസിറ്റിവിറ്റി. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അത്. ദെൻ നോൺ സെറ്റേഷൻ എന്ന് വെച്ചാൽ കൺസ്യൂമർ ഓൾവേസ് പ്രിഫർ ടു കൺസ്യൂം ഇൻ ലാർജ് ക്വാണ്ടിറ്റി. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ കൺസ്യൂമേഴ്സിന് ഇഷ്ടം എന്താണ്, ലാർജ് ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നതാണ്. അതാണ് നോൺ സെറ്റേഷൻ. ആ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെക്കുക. UGC നെറ്റ് എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഗുഡ്സ് കൂടുതലായിട്ട് രണ്ട് ഗുഡ്സിൻ്റെ നയിക്കാം. അതിലൊരു ഗുഡ്സ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗിവ് അപ്പ് ചെയ്യണം. പക്ഷേ ഗിവ് അപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾ എത്ര മാത്രമേ ഗിവ് അപ്പ് ചെയ്യുള്ളൂ, കുറച്ച് മാത്രമേ ഗിവ് അപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഗുഡ്സ് അഡീഷണൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു ഗുഡ് ഗിവ് അപ്പ് ചെയ്യണം. ആ ഒരു കൺസെപ്റ്റാണ് എന്ത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ ലാസ്റ്റ് അസംഷൻ, യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ്. കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റി
ക്യാൻ ബി മെഷേർഡ് എന്നാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ദെൻ നമ്മൾ പറഞ്ഞു ഓർഡിനൽ യൂട്ടിലിറ്റി 2 ടൂൾസിൻ്റെ ബേസിലാണ്, ഒന്ന് ഇൻഡിഫറൻസ് കർവും ഒന്ന് ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗുഡ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ് കാണിക്കുക ഇൻഡിഫറൻസ് കർവ്. പക്ഷേ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് അവിടെ സെൻറ്റൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രാഫ് ഷോയിങ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് ദറ്റ് പ്രൊവൈഡ് എ കൺസ്യൂമർ വിത്ത് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. 2 ഗുഡ്സിൻ്റെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കോമ്പിനേഷനാണ്, പക്ഷേ എങ്കിൽ അത് ഏത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, അതിനാണ് നമ്മളെന്ത് വിളിക്കുക, ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുക. അപ്പം അതെന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് ടു വിച്ച് സ്പെസിഫിക് ബണ്ടിൽ ദേ ചൂസ്. ഇപ്പോൾ നമുക്ക് ഏത് ബണ്ടിൽ ചൂസ് ചെയ്യണം നമുക്കൊരു എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എന്താണ്, എല്ലാ ബണ്ടിലും നമുക്ക് തരുന്നത് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിന്ന് വിളിക്കുന്നത് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് വരച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കൊടുത്തതാണ്. ഓക്കെ, ഇനി ഇൻഡിഫറൻസ് കർവിനും അസംഷൻസ് ഉണ്ട്. ഇൻഡിഫറൻസ് കർവിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റേഷണാലിറ്റി തന്നെയാണ്. കൺസ്യൂമർ എയിം ടു മാക്സിമൈസ് ദിയർ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ. ദെൻ ഓർഡിനൽ യൂട്ടിലിറ്റി. ഇൻഡിഫറൻസ് കർവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ നോൺ സാറ്റിയേഷൻ. കൺസ്യൂമർ ഓൾവേസ് പ്രിഫർ ടു കൺസ്യൂം മോർ നമ്പർ ഓഫ് എനി എക്കണോമിക് ഗുഡ്സ്. നമ്മളൊരു ഗുഡ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് ലാർജ് ക്വാണ്ടിറ്റിയിൽ കൺസ്യൂം ചെയ്യാനാണ് കൺസ്യൂമേഴ്സ് ഇഷ്ടപ്പെടുക. ദെൻ ട്രാൻസിറ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിൻറ്റ്സ് ഇവിടെ റിപ്പീറ്റ് ആവുകയാണ്. ഓക്കെ, ഇത് ലോജിക്കലി കൺസിസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞു ബീനെക്കാട്ടും നല്ലത്, ബീനെക്കാട്ടും പ്രിഫർ ചെയ്യുന്നത് എ ആണ്, സീനെക്കാട്ടും പ്രിഫർ ചെയ്യുന്നത് ബി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിയും എയും ഉണ്ടെങ്കിൽ സിയും എയും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സി ആയിരിക്കില്ല പ്രിഫർ ചെയ്യുക, എ ആണ് പ്രിഫർ ചെയ്യുക. അതൊരു ലോജിക്കൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കിൻ്റെ കൺസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ കോൺവെക്സിറ്റി ആൻഡ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഒരു ഗുഡ്സ് നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റൊരു ഗുഡ് നമ്മൾ എന്ത് ചെയ്യണം, ഗീവ് അപ്പ് ചെയ്യണം. ആ ഒരു റേറ്റിനാണ് എന്ത് വിളിക്കുക, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മളൊരു ഗുഡ്സ് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ മറ്റൊരു ഗുഡ്സ് ഗിവ് അപ്പ് ചെയ്യും. പക്ഷെ അത് ഗ്രാജുവലി നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചാണ് വരിക. അതാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയാൻ കാരണം. ഓക്കെ, ദെൻ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്. ഓൾവേസ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരു ഇൻഡിഫറൻസ് കർവ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചു. ഇതെടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ദെൻ കോൺവെക്സ് ടു ദി ഒറിജിൻ, അതിൻ്റെ ഷേപ്പാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 2025 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടി എന്നിട്ട് തെറ്റിച്ചാണ് കൊടുത്തത്. കോൺവെക്സ് ടു ഒറിജിന് പകരം കോൺകേവ് ടു ഒറിജിൻ എന്ന് കൊടുത്തു. ഇവിടെ വേറൊരു അഡീഷണൽ പോയിന്റ് കൂടിയുണ്ട്. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആവാനുള്ള കാരണം എന്താണെന്നൊരു പ്രീവിയസ് ഇയറിൽ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്, ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണമാണ്. ഓക്കെ ആണല്ലോ. ദെൻ ഹയർ ഇൻഡിഫറൻസ് കർവ് മീൻസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു ഇൻഡിഫറൻസ് കർവ് ഒന്നിൽ കൂടുതൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കുക, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുക. ആ ഇൻഡിഫറൻസ് കർവിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരും. ഓക്കെ, ദെൻ ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇൻഡിഫറൻസ് കർവ് തമ്മിൽ എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ദെൻ നെവർ ടച്ചസ് ഓൺ എയ്തർ ആക്സിസ്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും. അത് 2 ആക്സിസിലും എന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യില്ല. ദെൻ മേ ഓർ മേ നോട്ട് ബി പാരലൽ ആവാനും അല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യുകയോ ക്രോസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഇത്രയാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നിങ്ങൾ യൂട്ടിലിറ്റി പഠിക്കുന്ന സമയത്ത് കാർഡിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ യൂട്ടിലിറ്റി, ഇൻഡിഫറൻസ് കർവ്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക. ഏത് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ.